സോഷ്യൽ മീഡിയ ഭീമനായ മെറ്റ തങ്ങളുടെ പ്ലാറ്റ്ഫോമുകളായ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ബിസിനസ് പേജുകൾക്ക് വൻ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ ഒരുങ്ങുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ ടെക് ലോകത്ത് ചൂടുള്ള ചർച്ചാ വിഷയം. നിങ്ങളുടെ പ്രിയപ്പെട്ട ഓൺലൈൻ പത്രങ്ങളോ ബിസിനസ് പേജുകളോ നൽകുന്ന ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്ത് വാർത്തകൾ വായിക്കുന്ന രീതി ഇനി മാറിയേക്കാം. ഈ മാറ്റം എന്താണെന്നും അത് സാധാരണക്കാരെയും ബിസിനസ് ഉടമകളെയും എങ്ങനെ ബാധിക്കുമെന്നും വിശദമായി നമുക്കൊന്ന് നോക്കാം. സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗിന്റെ അടിത്തറ തന്നെ ഇളക്കുന്ന ഒരു പരിഷ്കരണത്തിനാണ് മെറ്റ തുടക്കമിട്ടിരിക്കുന്നത്. തിരഞ്ഞെടുത്ത ചില ബിസിനസ് പേജുകൾക്കും പ്രൊഫഷണൽ പ്രൊഫൈലുകൾക്കും മെറ്റ അയച്ച ഇമെയിൽ പ്രകാരം ഒരു മാസത്തിൽ ഇനി 2 ഓർഗാനിക് ലിങ്കുകൾ മാത്രമേ സൗജന്യമായി പോസ്റ്റ് ചെയ്യാൻ സാധിക്കൂ. അതിൽ കൂടുതൽ ലിങ്കുകൾ പങ്കുവയ്ക്കണമെങ്കിൽ മെറ്റ വെരിഫൈഡ് എന്ന സബ്സ്ക്രിപ്ഷൻ പാക്കേജ് എടുക്കേണ്ടി വരും. ഡിസംബർ 16 മുതൽ പ്രാബല്യത്തിൽ വന്ന ഈ നിയന്ത്രണം ഇപ്പോൾ ഒരു ലിമിറ്റഡ് ടെസ്റ്റ് എന്ന നിലയിലാണ് നടപ്പാക്കുന്നത്. എങ്കിലും ഭാവിയിൽ ഇത് എല്ലാവർക്കും ബാധകമായേക്കാവുന്ന സാധ്യത തള്ളിക്കളയാനാവില്ല. സൗജന്യമായി സേവനങ്ങൾ നൽകി ഉപഭോക്താക്കളെ ആകർഷിക്കുക എന്ന തന്ത്രത്തിൽ നിന്നും മാറി സേവനങ്ങൾക്ക് പണം ഈടാക്കുക എന്നതിലേക്കാണ് മെറ്റയുടെ പോക്ക്. ഇതിന് പ്രധാനമായും 2 കാരണങ്ങളാണുള്ളത്. ആദ്യത്തേത് വരുമാനം വർദ്ധിപ്പിക്കുക എന്നതാണ്. നിലവിൽ $15 മുതൽ $500 വരെയാണ് മെറ്റ വെരിഫൈഡ് സബ്സ്ക്രിപ്ഷന്റെ നിരക്ക്. കൂടുതൽ ബിസിനസ്സുകളെ ഇതിലേക്ക് ആകർഷിക്കുന്നതിലൂടെ വൻതോതിലുള്ള സ്ഥിര വരുമാനമാണ് മെറ്റ ലക്ഷ്യമിടുന്നത്. രണ്ടാമത്തേത് സ്പാം നിയന്ത്രണമാണ്. വ്യാജ ലിങ്കുകളും ആവശ്യമില്ലാത്ത പരസ്യങ്ങളും പടച്ചുവിടുന്ന സ്പാമർമാരെ പിടികൂടാൻ ഈ പേ ടു പ്ലേ രീതി സഹായിക്കുമെന്ന് മെറ്റ കരുതുന്നു. പണം നൽകേണ്ടി വരുമ്പോൾ ഗുണനിലവാരമില്ലാത്ത ഉള്ളടക്കങ്ങൾ കുറയുമെന്നാണ് അവരുടെ കണക്കുകൂട്ടൽ. ഓൺലൈൻ വാർത്താ പോർട്ടലുകൾ, വ്ളോഗർമാർ, ചെറുകിട ബിസിനസ് സ്ഥാപനങ്ങൾ എന്നിവരെ സംബന്ധിച്ചിടത്തോളം ഫേസ്ബുക്ക് എന്നത് വെബ്സൈറ്റിലേക്ക് ട്രാഫിക് എത്തിക്കാനുള്ള ഒരു പ്രധാന വഴിയാണ്. ഒരു ദിവസം 10ഉം 20ഉം വാർത്താ ലിങ്കുകൾ ഷെയർ ചെയ്യുന്ന ഒരു പത്രത്തിന് അത് മാസത്തിൽ 2 ചുരുങ്ങുന്നത് ചിന്തിക്കാൻ പോലും കഴിയില്ല. മെറ്റയുടെ ഈ നീക്കം മാധ്യമ സ്ഥാപനങ്ങളുടെ വരുമാനത്തെ നേരിട്ട് ബാധിക്കും. നിലവിൽ പബ്ലിഷർ പേജുകളെ ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടെന്ന് റിപ്പോർട്ടുകളുണ്ടെങ്കിലും ഭാവിയിൽ അവരും പണം നൽകേണ്ടി വരുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട്. പണ്ട് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടാൽ അത് ആയിരക്കണക്കിന് ആളുകളിലേക്ക് എത്തുമായിരുന്നു. എന്നാൽ ഇന്ന് റീച്ച് വളരെ കുറവാണ്. മെറ്റയുടെ തന്നെ റിപ്പോർട്ടുകൾ പ്രകാരം വെബ് ലിങ്കുകൾ അടങ്ങിയ പോസ്റ്റുകൾക്ക് ഫേസ്ബുക്കിൽ ലഭിക്കുന്ന റീച്ച് വെറും 10% താഴെയാണ്. ആളുകൾ ഫേസ്ബുക്ക് ആപ്പിന് പുറത്തേക്ക് പോകുന്നത് തടയാൻ ലിങ്കുകൾക്ക് മെറ്റ തന്നെ നിയന്ത്രണം ഏർപ്പെടുത്താറുണ്ട്. ഇപ്പോൾ ആ നിയന്ത്രണം പണമാക്കി മാറ്റാനാണ് മെറ്റയുടെ നീക്കം. ഈ പുതിയ സാഹചര്യം നേരിടാൻ സോഷ്യൽ മീഡിയ മാനേജർമാർക്കും ബിസിനസ് ഉടമകൾക്കും തങ്ങളുടെ രീതികൾ മാറ്റേണ്ടി വരും. അതിനായി ചില വഴികൾ മുന്നിലുണ്ട്. ഈ പുതിയ സാഹചര്യം നേരിടാൻ സോഷ്യൽ മീഡിയ മാനേജർമാർക്കും ബിസിനസ് ഉടമകൾക്കും തങ്ങളുടെ രീതികൾ മാറ്റേണ്ടി വരും. അതിനായി ചില വഴികൾ മുന്നിലുണ്ട്. മാസത്തിൽ 2 ലിങ്കുകൾ മാത്രമേ ഉള്ളുവെങ്കിൽ ഏറ്റവും മികച്ച 2 ഉള്ളടക്കങ്ങൾ മാത്രം തിരഞ്ഞെടുത്ത് പങ്കുവയ്ക്കുക എന്നതാണ് ഒരു രീതി. മറ്റൊന്ന് റീൽസിലേക്ക് മാറുക എന്നത് തന്നെയാണ്. ലിങ്കുകളെക്കാൾ കൂടുതൽ റീച്ച് ഇപ്പോൾ റീൽസിനും വീഡിയോകൾക്കുമാണ് ലഭിക്കുന്നത്. ബ്രാൻഡ് വളർത്താൻ വീഡിയോ കണ്ടന്റുകളെ ആശ്രയിക്കുക. പോസ്റ്റ് ബോഡിയിൽ ലിങ്ക് നൽകാതെ ലിങ്ക് കമന്റിൽ നൽകിയിട്ടുണ്ടെന്ന് എഴുതിയത് ഒരു പരിധിവരെ സഹായിക്കും. എന്നാൽ ഇതിനും മെറ്റ നിയന്ത്രണം കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. ബിസിനസ് വളർച്ചയ്ക്ക് ഫേസ്ബുക്ക് അത്യന്താപേക്ഷിതമാണെങ്കിൽ മെറ്റ വെരിഫൈഡ് പാക്കേജ് എടുക്കുക എന്നതല്ലാതെ മറ്റു മാർഗമില്ല. മെറ്റയുടെ ഈ നീക്കം ഡിജിറ്റൽ ലോകത്തിന് നൽകുന്നത് ഒരു വലിയ പാഠമാണ്. ഒരിക്കലും ഒരു പ്ലാറ്റ്ഫോമിലെ മാത്രം വിശ്വസിച്ച് ബിസിനസ് കെട്ടിപ്പടുക്കരുത്. ഇന്ന് ലിങ്കുകൾക്ക് പണം ചോദിക്കുന്നവർ നാളെ സന്ദേശങ്ങൾ അയക്കാനും പോസ്റ്റുകൾ ഇടാനും പണം ചോദിച്ചേക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്വന്തം വെബ്സൈറ്റുകൾ, ഇമെയിൽ ലിസ്റ്റുകൾ, വാട്സപ്പ് ചാനലുകൾ എന്നിവ വഴി ഉപഭോക്താക്കളുമായി നേരിട്ട് ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുക. സോഷ്യൽ മീഡിയ അൽഗോരിതങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും. പക്ഷെ നിങ്ങൾ ഉണ്ടാക്കുന്ന നല്ല ഉള്ളടക്കം തേടി ആളുകൾ വരുമെന്ന് ഉറപ്പാക്കുകയാണ് ഏറ്റവും പ്രധാനം.